ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കാറുള്ള തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പം ബാംഗ്ലൂരിലാണ്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി ബിരിയാണി മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് ബിരിയാണി റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് അന്ന് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഈ വീഡിയോ ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലെങ്തി ആക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ പറയാണ്, കുറച്ച് ലെങ്തിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 കിലോ ബീഫ് വരെ എടുക്കാം. ഞാനിത് 6 പേർക്കുള്ള ബിരിയാണിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് 3 പേർക്കാണെങ്കിൽ നേരെ പകുതി എടുത്ത് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും നാടൻ ബീഫാണ് നല്ലത്. അതുപോലെ ഫ്ലഷി ആയിട്ടുള്ളതും എല്ലോട് കൂടിയതും രണ്ടും ഉള്ളത് എടുക്കണം, എന്നാലാണ് ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ചില ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതിന് വെള്ളം ആവശ്യമില്ല, വെള്ളം ഇല്ലാതെ തന്നെ വെന്ത് കിട്ടും. പക്ഷേ എൻ്റെ കുക്കറിൽ വെള്ളം ഒഴിക്കാതെ വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഫ്രഷായി ചതച്ചെടുത്ത് തന്നെ ചേർക്കണം, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ 6 വിസിലടിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 വിസിൽ വന്നിട്ടുണ്ട്, എയറൊക്കെ പോയി. കണ്ടില്ലേ, എൻ്റെ ബീഫ് ഇപ്പോൾ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ബീഫ് വേവിക്കാൻ വെച്ച ഒരു ടൈമിലാണ് ഞാൻ വേറൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ വേണ്ട സാധനങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഓണിയൻ ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റൈസിൻസ്, കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി മാറ്റി വെക്കണം. ആദ്യം നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ റൈസിൻസും ഇട്ടിട്ട് ഒന്നിച്ച് കോരി മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ റൈസിൻസ് ആദ്യം കാഷ്യൂൻ്റെ കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അല്ലെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഓണിയൻസ് ഇട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബിസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ കണ്ടില്ലേ, ഈ ഒരു കളറിൽ വേണം നമ്മൾ കോരി മാറ്റാനായിട്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലാണ് നമ്മൾ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 ഓണിയൻസ്, ഒരു വലിയ സൈസ് ഓണിയൻസാണ്, 4 ഓണിയന്. 6 പേർക്കുള്ള ബിരിയാണിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് 4 ഓണിയന് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ സവാള ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ ചെറുതായിട്ട് വഴണ്ട് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ദമ്മിന് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ബിരിയാണിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ നമ്മൾ ഫ്രഷായി വീട്ടിൽ നിന്ന് പൊടിച്ച ഗരം മസാല യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അത് വേറെ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഒരു വലിയൊരു സൈസ് ലെമണിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ജ്യൂസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു 1/2 സ്പൂൺ മുതൽ 1/4 സ്പൂൺ മതിയാകും മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ബിരിയാണിക്ക് കളറായിട്ട് യൂസ് ചെയ്യുന്നത്. ഫുഡ് കളറൊന്നും തന്നെ ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വരുന്നുണ്ട്. ഇത്രയൊക്കെ ഈ ഒരു കാണുന്നത് പോലെ സ്റ്റേജ് എത്തിയാൽ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ അടുത്തതായി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 5 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്.
സവാള ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് തന്നെ വഴണ്ട് വരട്ടെ. ഈ ഒരു സ്റ്റേജൊക്കെ ആയാലാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എപ്പോഴും സവാള നന്നായി വാടിയതിന് ശേഷം തക്കാളി ഇടുകയാണെങ്കിൽ നമ്മൾ ബിരിയാണിയുടെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് വേവിച്ചപ്പോൾ വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിലുള്ള മസാലകളൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. പാത്രത്തിൻ്റെ അടിയിലുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ ബീഫ് വേവിച്ചപ്പോൾ വെള്ളം ബാക്കിയായി വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കളയാൻ പാടില്ല. നമ്മൾ തുറന്ന് വെച്ച് ആ ബീഫ് കൊണ്ടേ തന്നെ ആ വെള്ളം വറ്റിച്ചെടുക്കണം. എന്നാലാണ് ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടൂ. അതുപോലെ തന്നെ ആ ഒരു മസാല നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് ആ മസാല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല സോഫ്റ്റായി വരും. അപ്പോൾ ഞാൻ അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുമ്പോൾ നമ്മളെ മസാല നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ബീഫിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ബീഫിൻ്റെ വേവും അതുപോലെ തന്നെ എരിവും പുളിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ഓൾറെഡി എരിവുണ്ട്. ഇപ്പം ഞാൻ ഗരം മസാല ഒരു 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, നാടൻ മല്ലിയില ആയതുകൊണ്ട് കുറച്ചേ വേണ്ടി വന്നിട്ടുള്ളൂ. നല്ല ഫ്ലേവറാണ്. ഇത് രണ്ടും ഇട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഗീ റൈസ് കൂടി തയ്യാറാക്കി ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ഒതൻറ്റിക് സ്റ്റൈലിലുള്ള ഒരു ദമ്മൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള ദമ്മെന്ന് വെച്ചാൽ കനലടുപ്പിലോ വിറകടുപ്പിൽ നമ്മൾ പാത്രത്തിൻ്റെ മുകളിൽ കനലൊക്കെ ഇട്ട് മൈദമാവ് കൊണ്ട് സീൽ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബീഫൊക്കെ ദമ്മിൽ കിടന്നിട്ടാണ് 3/4 ഭാഗത്തിന് ശേഷം വേവുന്നത്. അതുപോലെ റൈസും. പക്ഷേ നമുക്കിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലുള്ള ഒരു ന്യൂജൻ ദം ബിരിയാണി എന്നൊക്കെ പറയാം ഇതിനെ. ഇതിപ്പോൾ ഞാനിനി അരി എടുത്തിട്ടുണ്ട് ഗീ റൈസിന് വേണ്ടി. ഈ ഒരു ഗ്ലാസ്സിൽ 3 കപ്പ് അരിയാണ്. ഏകദേശം 1 കിലോ അരിയുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചതാണ്. നമ്മൾ കുക്കറിലാണ് ഈ ഒരു ഗീ റൈസ് തയ്യാറാക്കുന്നത്. കുക്കറിലാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ടാണ് കുക്കറിൽ കാണിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. കുറച്ച് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു സവാള നൈസായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ. ഇത് ജസ്റ്റ് ഒന്ന് വേണ്ടാൽ മതി. സവാള കളറൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി പരസ്പരം നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കി വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ നല്ല സ്റ്റിഫായി കിടക്കാനും വേണ്ടിയിട്ടാണ്. 1 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏതരിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പാക്കറ്റുമേൽ ഉണ്ടാവും എത്ര വെള്ളം വേണമെന്ന്. സാധാരണ തലശ്ശേരി ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാറ് ജീര റൈസും അതുപോലെ കീമ റൈസും ഒക്കെയാണ്. ഞാനിവിടെ ബുള്ളറ്റ് റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിലായിട്ട് വരണം, എന്നാലാണ് ഗീ റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പായിട്ടിരിക്കും. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 വിസിലാണ് വരുന്നത്. ലോ ഫ്ലെയിമിൽ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലും കൂടി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എയറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അധികം ഇട്ട് ഇളക്കിയാൽ ഈ അരിയൊക്കെ പൊട്ടിപ്പോവും. പിന്നെ ഈ ഒരു ചൂടിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. ദം ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ്. നമുക്കിപ്പോൾ വിറകടുപ്പ് ഇതൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. ചിലരൊക്കെ പറയും ഇത് തലശ്ശേരി ബിരിയാണി അല്ല എന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒതൻറ്റിക് സ്റ്റൈലിലുള്ള തലശ്ശേരി ബിരിയാണി എന്നല്ല, ഒരു ന്യൂ ജനറേഷൻ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു സ്റ്റൈലാണിത്. എന്നാലും ടേസ്റ്റിന് ഒട്ടും കുറവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ലെയർ നമുക്ക് റൈസ് വെച്ച് കൊടുക്കാം.
പിന്നെ ഗാർണിഷിങ്ങും കളറിങ്ങും അങ്ങനെ സ്റ്റെപ്പായി 1, 2, 3 വരെ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ റൈസ് എത്രയാണുള്ളത് അത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മുടെ റൈസ് കൊള്ളാവുന്നത്രയുള്ളൊരു പാത്രമായിരിക്കണം നമ്മൾ ദം ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എന്താ പറയുക, ഓയിലി അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ഗീയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി മെത്തേഡ് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചോറെല്ലാം ഏകദേശം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രം അടച്ച് വെച്ചിട്ട്, നന്നായിട്ടുള്ള അടച്ചുറപ്പുള്ള പാത്രമായിരിക്കണം. പിന്നെ ഞാൻ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ച ഒരു താവ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഈ പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ദം ചെയ്യാൻ വയ്ക്കുന്ന പാത്രം വെക്കുന്നത്. ഇങ്ങനെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കും. ആദ്യം കുറച്ച് നേരം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, 1 മിനിറ്റൊക്കെ, പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയി. ഇപ്പോൾ ബിരിയാണി നല്ല കുക്കായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ തലശ്ശേരി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുമെന്ന് കൂടി കാണിച്ചു തരാം. ഈ മുകളിലുള്ള റൈസ് നമ്മൾ ആദ്യം റൈസ് ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അടിയത്തെ മസാല നമുക്ക് ആവശ്യത്തിനുള്ളത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണ്ട റൈസ് ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പ്രീവിയസ് വീഡിയോസൊക്കെ കാണണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്, സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും.